യേശുക്രിസ്തുള്ള സമാധാനം ഞാൻ കണ്ടെത്തിയത് വഴിയും യേശുക്രിസ്തുള്ള പാപമോചനം ഞാൻ നേടിയത് വഴിയും യേശുക്രിസ്തുള്ള സമാധാന നിയമം ഞാൻ ഗ്രഹിച്ചത് വഴി നിങ്ങൾക്കും കൂടി അത് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അല്ലാതെ മതം മാറ്റാനല്ല. ഞങ്ങൾ എന്താണ് മർത്തോമക്കാർക്ക് വീട്ടിൽ കയറ്റുന്നത് ഇഷ്ടമല്ല, യാക്കോബക്കാർക്ക് ഞങ്ങളുടെ സുവിശേഷം ഇഷ്ടമല്ല, കത്തോലിക്കര് പലപ്പോഴും ഞങ്ങളെ കല്ലെടുത്തെറിയാറുണ്ട്. ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നവനാണ്. അവര് വിചാരിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്കും ദൈവമുണ്ട്, ഞങ്ങൾക്ക് പള്ളിയുണ്ട്, ഞങ്ങൾക്ക് അച്ഛന്മാരുണ്ട്, പിന്നെ നിന്റെ സുവിശേഷം കൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ വാദം പൊളിഞ്ഞു പോകുമായിരുന്നു. യഹൂദന്മാര് ദൈവത്തിന്റെ സ്വന്തം ജനം, എന്നിട്ടും യേശുക്രിസ്തു അവരിലേക്ക് സുവിശേഷം പറഞ്ഞു നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കള് എന്ന് പറയുവാൻ തക്കവണ്ണം ആ അബ്രഹാമിന്റെ സന്തതികളെ കർത്താവ് ശാസിക്കുന്നത് പോലെ നിങ്ങൾ യാക്കോബയോ മർത്തോമയോ കത്തോലിക്കരോ ജ്ഞാനായിയോ നിങ്ങൾ ഹിന്ദുക്കളോ ഇതര മതവിശ്വാസികളോ ആണ് എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ജനിച്ചത് ദൈവത്തിന്റെ മക്കളായിട്ടല്ല. നമ്മളെല്ലാവരും ജനിച്ചത് ആദം എന്ന് പറഞ്ഞ ഒരു പാപിയുടെ രക്തത്തിൽ നിന്ന് 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരു പുരുഷനായിരിക്കുന്ന ആദം ചെയ്ത പാപത്താൽ അത്രേ ഈ സർവ്വഭൂമിയും നിന്നാപാത്രങ്ങളായിട്ട് തീർന്നിരിക്കുന്നത്.